ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആര്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ സി സർദാർ പട്ടേൽ ആൻഡ് ഓപ്ഷൻ ഡി ഡോക്ടർ ആർ രാധാകൃഷ്ണൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാണ്? ഓപ്ഷൻ എ താമര, ഓപ്ഷൻ ബി കണിക്കൊന്ന, ഓപ്ഷൻ സി ചെമ്പരത്തി ആൻഡ് ഓപ്ഷൻ ഡി തുളസി. ശരി ഉത്തരം ഓപ്ഷൻ എ താമര. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗീതാഞ്ജലി എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഓപ്ഷൻ എ ടാഗോർ, ഓപ്ഷൻ ബി മാക്സ് മൂലർ, ഓപ്ഷൻ സി സരോജിനി നായിഡു ആൻഡ് ഓപ്ഷൻ ഡി കേശവ ദേവ്. ശരി ഉത്തരം ഓപ്ഷൻ എ ടാഗോർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ദിനം എപ്പോഴാണ്? ഓപ്ഷൻ എ ജനുവരി 25, ഓപ്ഷൻ ബി ആഗസ്റ്റ് 15, ഓപ്ഷൻ സി ഒക്ടോബർ 2 ആൻഡ് ഓപ്ഷൻ ഡി നവംബർ 14. ശരി ഉത്തരം ഓപ്ഷൻ ബി ആഗസ്റ്റ് 15. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ അന്നശാല എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി കോട്ടയം ആൻഡ് ഓപ്ഷൻ ഡി വയനാട്. ശരി ഉത്തരം ഓപ്ഷൻ ബി പാലക്കാട്. ആറാമത്തെ ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയെ ആദ്യമായി ബാപ്പു എന്ന് വിളിച്ചത് ആര്? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി കസ്തൂർബ ഗാന്ധി ആൻഡ് ഓപ്ഷൻ ഡി സുശീല നായിഡു. ശരി ഉത്തരം ഓപ്ഷൻ സി കസ്തൂർബ ഗാന്ധി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? ഓപ്ഷൻ എ അറ്റ്ലാന്റിക്, ഓപ്ഷൻ ബി ഇന്ത്യൻ, ഓപ്ഷൻ സി പസഫിക് ആൻഡ് ഓപ്ഷൻ ഡി ആർട്ടിക്. ശരി ഉത്തരം ഓപ്ഷൻ സി പസഫിക്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ്? ഓപ്ഷൻ എ ആന, ഓപ്ഷൻ ബി കടുവ, ഓപ്ഷൻ സി മലബാർ നെടുപുലി ആൻഡ് ഓപ്ഷൻ ഡി സിംഹം. ശരി ഉത്തരം ഓപ്ഷൻ സി മലബാർ നെടുമ്പുലി. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭരണഘടനയുടെ പിതാവ് ആര്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി ബി ആർ അംബേദ്കർ, ഓപ്ഷൻ സി നെഹ്റു ആൻഡ് ഓപ്ഷൻ ഡി പട്ടാഭി സീതാരാമയ്യ. ശരി ഉത്തരം ഓപ്ഷൻ ബി ബി ആർ അംബേദ്കർ. പത്താമത്തെ ക്വസ്റ്റ്യൻ, കുറിഞ്ഞി എത്ര വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നത്? ഓപ്ഷൻ എ 8 വർഷം, ഓപ്ഷൻ ബി 10 വർഷം, ഓപ്ഷൻ സി 12 വർഷം ആൻഡ് ഓപ്ഷൻ ഡി 14 വർഷം. ശരി ഉത്തരം ഓപ്ഷൻ സി 12 വർഷം. 11ാമത്തെ ക്വസ്റ്റ്യൻ, തുമ്പ ബഹിരാകാശ കേന്ദ്രം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി എറണാകുളം ആൻഡ് ഓപ്ഷൻ ഡി പാലക്കാട്. ശരി ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരം. 12ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആര്? ഓപ്ഷൻ എ കെ ആർ ഗൗരിയമ്മ, ഓപ്ഷൻ ബി സുശീല ഗോപി, ഓപ്ഷൻ സി ശശികല ടീച്ചർ ആൻഡ് ഓപ്ഷൻ ഡി സി ഭാനുമതി. ശരി ഉത്തരം ഓപ്ഷൻ എ കെ ആർ ഗൗരിയമ്മ. 13ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ഓപ്ഷൻ എ വെട്ടിക്കുളം, ഓപ്ഷൻ ബി വെമ്പനാട്, ഓപ്ഷൻ സി അഷ്ടമുടി ആൻഡ് ഓപ്ഷൻ ഡി ചാലക്കുടി. ശരി ഉത്തരം ഓപ്ഷൻ ബി വെമ്പനാട്. 14ാമത്തെ ക്വസ്റ്റ്യൻ,
ഇന്ത്യയുടെ മിൽക്ക് മാൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ വർഗീസ് കുര്യൻ, ഓപ്ഷൻ ബി ഡോക്ടർ കലാം, ഓപ്ഷൻ സി മോഹൻ സിംഗ് ആൻഡ് ഓപ്ഷൻ ഡി രാജഗോപാല. ശരി ഉത്തരം ഓപ്ഷൻ എ വർഗീസ് കുര്യൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ, പട്ടിണി ചത്ത നായികയാര് എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഓപ്ഷൻ എ തകഴി ശിവശങ്കരപിള്ള, ഓപ്ഷൻ ബി വൈക്കം മുഹമ്മദ് ബഷീർ, ഓപ്ഷൻ സി OV വിജയൻ ആൻഡ് ഓപ്ഷൻ ഡി MT വാസുദേവൻ നായർ. ശരി ഉത്തരം പട്ടിണി ചത്ത നായികയാര് എന്ന കൃതിയുടെ രചയിതാവ് ഓപ്ഷൻ എ തകഴി ശിവശങ്കര പിള്ള. 16ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഏതാണ്? ഓപ്ഷൻ എ തത്ത, ഓപ്ഷൻ ബി കോഴി, ഓപ്ഷൻ സി വലിയ കൊക്ക്, ഓപ്ഷൻ ഡി വലിയ കൊക്കൻ. ശരി ഉത്തരം കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി വലിയ കൊക്കൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏത് നദീതടത്തിലാണ്? ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി യമുന, ഓപ്ഷൻ സി സിന്ധു ആൻഡ് ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര. ശരി ഉത്തരം ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓപ്ഷൻ സി സിന്ധു നദീതടത്തിലാണ്. 18ാമത്തെ ചോദ്യം, കായിക രംഗത്ത് ഹോക്കിയുമായി ബന്ധപ്പെട്ട ട്രോഫി ഏതാണ്? ഓപ്ഷൻ എ ദുറുദ് കപ്പ്, ഓപ്ഷൻ ബി അഗാഖാൻ കപ്പ്, ഓപ്ഷൻ സി സന്തോഷ് ട്രോഫി ആൻഡ് ഓപ്ഷൻ ഡി രഞ്ജി ട്രോഫി. ശരി ഉത്തരം കായിക രംഗത്ത് ഹോക്കിയുമായി ബന്ധപ്പെട്ട ട്രോഫി ഓപ്ഷൻ ബി അഗാഖാൻ കപ്പ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ ചന്ദ്രയാൻ, ഓപ്ഷൻ ബി ആര്യഭട്ട, ഓപ്ഷൻ സി രോഹിണി ആൻഡ് ഓപ്ഷൻ ഡി അപ്സര. ശരി ഉത്തരം ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഓപ്ഷൻ ബി ആര്യഭട്ട. 20ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ സാഹിത്യത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ AR രാജാരാജവർമ്മ, ഓപ്ഷൻ ബി എഴുത്തച്ഛൻ, ഓപ്ഷൻ സി കുഞ്ഞൻ നമ്പ്യാർ ആൻഡ് ഓപ്ഷൻ ഡി കുമാരനാശാൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി എഴുത്തച്ഛൻ.